ഫസ്റ്റ് ഹോം മേടിക്കാൻ വേണ്ടിയിട്ട് 13 കൊല്ലം. പലരും പല മാതിരിയാണ് ഫസ്റ്റ് ഹോം മേടിക്കുന്നത്. ചിലർ നാട്ടിൽ നിന്ന് തന്നെ കുറേ പൈസ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ കൊല്ലം തന്നെ മേടിക്കാൻ പറ്റും. പക്ഷേ പലരും വരുന്നത് അങ്ങനെയല്ല. പലരും വരുന്നത് നാട്ടിൽ നിന്നും ഒരു പൈസ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ തിരിച്ചിവിടെ നിന്നൊരു ജോലി കിട്ടുന്നുണ്ട്, ആ ജോലി ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നു. പിന്നെ അതിൽ നിന്ന് കുറേശ്ശെ സ്വരൂപിച്ചിട്ടാണ് അവർ അഡ്വാൻസ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് പല പല ഫാമിലീസായിട്ട് ഞാൻ സംസാരിക്കണതല്ലേ. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഹോം മേടിക്കാൻ 10 കൊല്ലം 12 കൊല്ലം 5 കൊല്ലം എടുക്കുന്നുണ്ട്. 5 കൊല്ലം പിന്നെയും കുഴപ്പമില്ല കേട്ടോ. എന്നാൽ 13 കൊല്ലം ഇസ് ടു മച്ച്. അതിൽ ചെറിയ മിസ്റ്റേക്ക് വരുന്നതെന്നാണ് ഞാൻ പറയാം. ആൾക്കാരുടെ വിചാരം നമ്മൾ ആദ്യമായിട്ട് വീട് മേടിക്കാൻ പോവുകയാണ്, സെറ്റിലാവാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 4 ബെഡ്റൂം വീട് വേണം, അല്ലെങ്കിൽ 5 ബെഡ്റൂം വീട് വേണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഡെപ്പോസിറ്റ് കൂട്ടി വരികയാണ്. ഓക്കെ, അതായത് ഇന്നത്തെ നിലയ്ക്ക് മെൽബണിൻ്റെ കാര്യത്തിൽ, മെൽബണാണ് ഇപ്പോൾ ചീപ്പസ്റ്റ്. സിഡ്നിയേക്കാളും ബ്രിസ്ബനേക്കാളും പെർത്തിനേക്കാളും ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് മെൽബൺ. മെൽബണിൽ അത്യാവശ്യം ആൾക്കാർ നോക്കുന്ന വീടിന് ഒരു $800,000 ആണ്. 4 ബെഡ്റൂമാണ് എല്ലാവരും നോക്കുന്നത്. മലയാളീസിൻ്റെ കാര്യം പറയുന്നത്, എല്ലാവരും നോക്കുന്നത് 4 ബെഡ്റൂമാണ്. അപ്പം 4 ബെഡ്റൂം വേണം, 2 ബാത്റൂം വേണം, 2 കാർ വേണം, പിന്നെ 2 ഹാള് വേണം. അങ്ങനെയൊക്കെയാണ് അവരുടെ ഇത്. അപ്പോൾ ആ ഒരു സംഭവം പിടിക്കാതെ, ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരികൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടാവും. ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കുക. ഓക്കെ, എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കിയിട്ട് ആ ഉള്ള പൈസയ്ക്ക് എത്ര കിട്ടിച്ചിട്ട് അത് മേടിക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഇതൊക്കെ സ്വരൂപിച്ച് വരുമ്പോഴേക്കും വീടിൻ്റെ വില എന്നുള്ളത് 800 എന്നുള്ളത് 850 ആവും, 850 എന്നുള്ളത് 900 ആവും, പിന്നെ 1 മില്യൺ ആവും. അപ്പോൾ 1 മില്യൺ മേടിക്കാൻ നിങ്ങൾക്ക് മിനിമം ഒരു 100,000 വേണ്ടേ? ഇനി വേറെ കാര്യം പറയാം. ഗവൺമെൻറ് സ്കീം ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഗവൺമെൻറ് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെന്തിനാണ്? ഓക്കെ, നമ്മൾ അവർക്ക് കൊടുക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ഒരാൾ പൈസ തരാൻ തയ്യാറാണ്, നമ്മുടെ 5% മാത്രം മതി. അതായത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിലയ്ക്ക് നിങ്ങൾക്ക് വെറും $30,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 600,000 പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും മെൽബണിൽ. 600,000 പ്രോപ്പർട്ടി ഈസ് നോട്ട് ബാഡ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 3 ബെഡ്റൂം 2 ബാത്റൂം 2 കാർ മേടിക്കാനുള്ള പൈസ ചിലപ്പോൾ 4 ബെഡ്റൂമും കിട്ടും 600,000 മെൽബണിൽ. അപ്പോൾ 5% ഗവൺമെൻറ് സ്കീം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി സ്കീമുകളുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കയ്യിൽ ചെറിയൊരു പൈസ ഈ $30,000 ഉണ്ടെങ്കിൽ, ഈ $30,000 ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്ട്രാറ്റജി മീറ്റിങ്ങിന് നമ്മളായിട്ട് ബുക്ക് ചെയ്യുക. വി ക്യാൻ ഹെൽപ്പ് യു ടു ഫൈൻഡ് യുവർ ഡ്രീം ഹോം അല്ല, ഫസ്റ്റ് ഹോം. അതാണ് വ്യത്യാസം. ഫസ്റ്റ് ഹോം നിങ്ങളുടെ ഡ്രീം ഹോം ഒരിക്കലും നിങ്ങളുടെ ഫസ്റ്റ് ഹോം അല്ല. ആക്ച്വലി ഫസ്റ്റ് ഹോം ഒരിക്കലും നിങ്ങളുടെ ഡ്രീം ഹോം അല്ല. ഫസ്റ്റ് ഹോം മേടിക്കുക, 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതൊരു ഗ്രോത്ത് ആകുമ്പോൾ നിങ്ങൾക്കും അപ്പോഴേക്കും നല്ലൊരു സ്റ്റാൻഡേർഡ് ജോലിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വിൽക്കുകയോ അല്ലെങ്കിൽ ഇത് തന്നെ റീമോർഗേജ് ചെയ്തിട്ട് ഇതിന് പൈസ എടുത്തിട്ട് അങ്ങോട്ട് വെക്കാൻ പല ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ പലരും നാട്ടുകാർ പറയുന്നതൊക്കെ കേൾക്കാതെ തന്നെ നൈബേഴ്സ് പറയും അതിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അത് എനിക്ക് പറ്റിയ അബദ്ധം എന്നൊക്കെ പറയും. ഞങ്ങൾ ഈ അബദ്ധങ്ങൾ എല്ലാ ദിവസവും ഒരു 4-5 തവണ പല കഥകൾ കേൾക്കണതാണ്. അപ്പോൾ നമ്മളായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് ഇറ്റ് ഈസ് ഫ്രീ ഫോർ യു ഫോർ 30 minutes. ടോക്ക് വിത്ത് us. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. www.bysf.com.au/calendar ഒരു മീറ്റിംഗ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. എന്താ ചെയ്യേണ്ടതിൽ മണ്ടത്തരങ്ങൾ ഒഴിവാക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഹോം മേടിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.